അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തിരിച്ചെനിക്ക് പറയുന്നില്ലേ? ആ അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഈ 2024 ജനുവരി മാസത്തിൽ ഒരു മാറ്റം നടന്നായിരുന്നല്ലോ. തുടക്കത്തിൽ ജനുവരി ആദ്യം തുടക്കത്തിൽ ആണ് പുതിയ മന്ത്രിമാരെല്ലാവരും ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ജനുവരി 25-ലാണ് നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത്. പുതിയ ചാർജ് ഏറ്റെടുത്ത മന്ത്രിമാർ അവരുടെ വകുപ്പിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലേ. അവരുടെ പല പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ ഈ മന്ത്രിസഭാ മാറ്റം വന്നതുകൊണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളെയും മന്ത്രിമാരുടെ നിയമസഭാ മണ്ഡലങ്ങളെയും ഒക്കെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം പോകുമെന്നതല്ലാതെ മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടണം, ഒഴിവാക്കാൻ പറ്റിയല്ല. കാരണം എല്ലാ വർഷവും നടക്കുന്ന ഏതെങ്കിലും ഒരു 5-6 പരീക്ഷകളിലെങ്കിലും മന്ത്രിമാരുടെ പേര് ചോദിക്കാറുണ്ട്, വകുപ്പ് ചോദിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ നിയമസഭാ മണ്ഡലം വരെ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ 21 മന്ത്രിമാരാണ് ഉള്ളത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലേ. ഇതിൽ പലരുടെയും വകുപ്പും പേരും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു റിവിഷനായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈവശം വയ്ക്കുന്നയാൾ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടാത്ത വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം എന്താണ്? ബാക്കിയുള്ളതെല്ലാം മുഖ്യമന്ത്രി എന്ന് കണക്കാക്കിയാൽ മതി. ബാക്കി കുറച്ച് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് പഠിച്ചാൽ ഒരു പകുതിയോളം വകുപ്പുകൾ പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം മുഖ്യമന്ത്രിയുടെ കൈവശമാണ് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് വകുപ്പുകളുള്ള മന്ത്രിമാരിൽ നമുക്ക് മേൽപോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ ചോയ്സ് ശരിയാണ്. നിങ്ങൾ മന്ത്രിയുടെ പേര് പറയാൻ നമുക്ക് ആ വകുപ്പുകൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊരു മന്ത്രിയുടെ പേര് പറഞ്ഞേ, ഇതാണ് ബാലഗോപാൽ അല്ലേ. അപ്പോൾ നമ്മുടെ KN ബാലഗോപാൽ എന്ന് പറയുന്ന മന്ത്രി നമുക്കറിയാം അല്ലേ. KN ബാലഗോപാൽ എന്നുള്ളതാണ് മന്ത്രി. ആള് ആരാണ്? ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് KN ബാലഗോപാൽ അല്ലേ. ധനകാര്യ വകുപ്പാണ് KN ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പെന്ന് നമുക്കറിയാം അല്ല. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാളാണ് KN ബാലഗോപാൽ. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് MLA ആയിരിക്കുന്നത്? ഏത് മണ്ഡലമാണ്? കൊട്ടാരക്കര എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. ആ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും MLA ആയിരിക്കുന്ന വ്യക്തിയാണ് ആര്? KN ബാലഗോപാൽ. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും MLA ആയിരിക്കുന്ന വ്യക്തിയാണ് KN ബാലഗോപാൽ. ഓക്കെ, ആ ഒരൊറ്റ വകുപ്പല്ലേ അദ്ദേഹത്തിനുള്ളൂ? വേറെ എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സുപ്രധാനമായൊരു വകുപ്പാണ് ധനകാര്യ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മന്ത്രി നമുക്കവിടെ മാറി. ഇനി 20 പേരുടെ പുറകെ പോയാൽ മതിയോ? അപ്പോൾ നമുക്ക് അടുത്ത മന്ത്രിയിലേക്ക് നമുക്കൊന്ന് കിടക്കാം അല്ല. അടുത്ത മന്ത്രിയുടെ പേരെന്താണ്? എന്തു പറയാൻ പറ്റും? V അബ്ദുറഹ്മാൻ എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട് അല്ലേ. V അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. V അബ്ദുറഹ്മാൻ എന്നാണ് മന്ത്രിയുടെ പേര്. അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഏത് വകുപ്പാണ് V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹം എവിടെ നിന്നുള്ള മന്ത്രിയാണ്? ഏത് മണ്ഡലമാണ്? താനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലേ. താനൂരിൽ നിന്നുള്ള മന്ത്രിയാണ് V അബ്ദുറഹ്മാൻ എന്ന് പറയുന്നയാൾ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്താണ്? കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കത്ത് നമ്മൾ പ്രസിദ്ധമായതാണ്. അതായത് അർജൻറ്റീന ടീം കളിക്കാൻ ഇന്ത്യയിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ താല്പര്യമില്ല, അവർക്ക് കൊടുക്കാൻ പൈസയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രത്യേകം കത്ത് അർജൻറ്റീനയെ കഴിച്ചു. ഇവിടെ വരികയാണ്, കേരളത്തിൽ കളിപ്പിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ അർജൻറ്റീന ടീം ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി കളിപ്പിക്കാനായിട്ട് ഫണ്ട് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി അല്ലേ. അപ്പം അങ്ങനെ അദ്ദേഹമാണ് കായിക മന്ത്രി, അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷന് കത്തയച്ച ആൾ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ പേര് മറക്കത്തില്ല. കായിക മന്ത്രി ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് കായികം മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട് വകുപ്പ് അല്ല. അദ്ദേഹത്തിന് ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്നൊരു വകുപ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വഖഫ് എന്ന് പറയുന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക ബോർഡാണ്. അപ്പോൾ വഖഫ് ഉണ്ട് അല്ലേ, വഖഫ് ബോർഡുണ്ട്. പിന്നെയോ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, അത് കേന്ദ്രത്തിൻ്റെ കൈവശം വരുന്നതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന പരിധിയിൽപ്പെടുന്ന വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ റെയിൽവേയും അല്ലേ. റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കൈവശമാണെങ്കിലും സംസ്ഥാനത്ത് കൂടിയും ഇത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ചാർജ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുമ്പോൾ സ്പോർട്സ് വകുപ്പുണ്ട്, വഖഫുണ്ട്, ന്യൂനപക്ഷ ക്ഷേമമുണ്ട്, പിന്നെ റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അല്ലേ. പ്രധാനമായിട്ടും നോക്കിയാൽ അപ്പോൾ ഒറ്റ വകുപ്പുകളിൽ കായിക വകുപ്പ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ന്യൂനപക്ഷ ക്ഷേമവും ഇദ്ദേഹത്തിന് ചാർജ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 പേരെ നമ്മൾ മാറ്റി, ഈസിയാണ്. അടുത്ത മൂന്നാമത്തെ ആളുടെ പേര് എന്തായിരുന്നു? കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് അല്ലേ. കടന്നപ്പള്ളി രാമചന്ദ്രൻ കേട്ടിട്ടില്ലേ? കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ടിട്ടുമുണ്ട്. മുൻപും അദ്ദേഹം മന്ത്രിയായിട്ടുള്ള ആളാണ്. ഇദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ മന്ത്രിയായ വ്യക്തി ഒരാൾ അല്ലേ. 2 പേര് വന്നു, അതിലൊരാൾ ഇദ്ദേഹമാണ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലം കണ്ണൂരിൽ നിന്നുമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായിരിക്കുന്നത്. കോൺഗ്രസ് എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒറ്റയാൾ പാർട്ടിയാണ്. അതിലൂടെയാണ് അദ്ദേഹം മന്ത്രിയായിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. കോൺഗ്രസ് എസ് ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി.
അപ്പം അങ്ങനെയുള്ള കടന്നപ്പള്ളി കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്നറിയാവോ? ഏതാണ്? രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അതായത് ഈ മന്ത്രിസഭയുടെ തുടക്കത്തിൽ അത് കൈകാര്യം ചെയ്തിരുന്നത് VN വാസവൻ എന്ന പേരായ മന്ത്രിയായിരുന്നു അല്ല. പുനഃസംഘടനയ്ക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതിപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഉണ്ട് അദ്ദേഹത്തിന്. അതിന് പുറമെ അദ്ദേഹത്തിന് സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്ന വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു? മ്യൂസിയം അല്ലേ, ആർക്കൈവ്സ്, ഈ വകുപ്പുകൾ. ആർക്കിയോളജി, ആർക്കൈവ്സ്, മ്യൂസിയം, പിന്നെ ഏതാണ്? രജിസ്ട്രേഷൻ. ഇത്രയും വകുപ്പുകളാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കടന്നപ്പള്ളിയും കൂടി നമ്മൾ പഠിച്ചു മാറ്റിയപ്പോൾ എത്ര പേര് മാറിയിപ്പം? 3 പേര് ഈസി ആയിട്ട് നമുക്ക് മാറിക്കിട്ടി അല്ലേ. ഇനി അടുത്ത 4ാമത്തെ ആളിലേക്ക് നമ്മൾ പോയാൽ ആരുടെ പേരാണ് നമുക്ക് നോക്കാൻ പറ്റുക? KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞൊരു പേരാണ് 4ാമത്തെ ആളാണ്. എല്ലാവർക്കും അറിയാം, സിനിമാ നടനാണ് അല്ലേ. ഇതൊക്കെ മുൻപും മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അന്ന് കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? അത് തന്നെയാണ് അദ്ദേഹത്തിന് പിന്നെയും കിട്ടിയിരിക്കുന്ന വകുപ്പ് അല്ലേ. ഏതാണ്? ഗതാഗതമാണ്. അപ്പോൾ ഈ ഗതാഗതത്തിൻ്റെ പരിധിയിൽ എന്തൊക്കെ പെടും? ജലഗതാഗതം പെടും അല്ലേ, മോട്ടോർ വാഹന ഗതാഗതവും പെടും. വ്യോമഗതാഗതം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് പുള്ളിക്ക് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ജലഗതാഗതമുണ്ട്, മോട്ടോർ വാഹനവും അദ്ദേഹത്തിനുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ വകുപ്പുകൾ? ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൈവശം കൊടുത്തിരിക്കുന്നത്. ഏതാണ്? മണ്ഡലം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ്? പത്തനാപുരം എന്ന് പറയുന്ന മണ്ഡലമാണ് അല്ലേ. പത്തനാപുരം. KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം പത്തനാപുരം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് KB ഗണേഷ് കുമാർ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള, അദ്ദേഹവും മന്ത്രിയായിരുന്നു. അദ്ദേഹവും കൈകാര്യം ചെയ്ത വകുപ്പും ഏതാണ്? ഈ പറയുന്ന KSRTC ഗതാഗത വകുപ്പൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ. ഇപ്പോൾ എത്ര പേരെ മന്ത്രിമാർ? മൊത്തം 4 മന്ത്രിമാർ നമ്മുടെ കൈവശത്തിലായിരിക്കുകയാണ് അല്ലേ. പിന്നെ നമുക്കെടുത്ത 5ാമത്തെ മന്ത്രി ആരാണെന്ന് നോക്കാം. 5ാമത്തെ മന്ത്രിയുടെ പേര് നമുക്കറിയാം ആരാണ്? സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയാണ് അല്ലേ. സജി ചെറിയാൻ. കാരണം ഈ മന്ത്രിയുടെയൊക്കെ പേര് നോക്കണം കേട്ടോ. കാര്യം എന്താണ്? ഇവരൊക്കെ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നം അല്ല, വിമർശനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ താൽക്കാലികമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നു. അപ്പോൾ മാറ്റി നിർത്തിയ സമയത്ത് ഏത് വകുപ്പാണോ മാറ്റിയിരുന്നത് തിരിച്ച് കയറ്റിയപ്പോഴും അതേ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നമുക്കറിയാം. ഏതാണ്? ഫിഷറീസ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടല്ലോ. മത്സ്യബന്ധനവും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആ വകുപ്പിലൂടെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതിന് പുറമെ എന്തുണ്ട്? യുവജനക്ഷേമം എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അപ്പോൾ യുവജനക്ഷേമം എന്ന് പറയാൻ നേരത്ത് യുവജനക്ഷേമ ബോർഡ് ഇദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ വരുന്നത് അല്ലേ. ഫിഷറീസ് ബോർഡ് ഇദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ വരുന്നത്. മത്സ്യബന്ധന മേഖല കംപ്ലീറ്റ് ഇദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ വരുന്നത്. അപ്പോൾ 2 വകുപ്പുകളായി. ഏതൊക്കെയാണ്? ഫിഷറീസുമായി യുവജനക്ഷേമവുമായി. അതിനുശേഷം ഏതാ കൊടുത്തിരിക്കുന്നത്? സാംസ്കാരിക വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് എന്ന് പറയാൻ നേരത്ത് കല വിടുന്നുണ്ട് അല്ലേ. അതുപോലെ എന്തരിക്കാം? ചലച്ചിത്രം, അതൊക്കെ കലയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. സാഹിത്യമൊക്കെ ഇതിൽ പെടും അല്ലേ. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? സാംസ്കാരിക വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, പിന്നെ ഏതൊരെണ്ണം കൂടി? യുവജനക്ഷേമം. ഇത് 3. ഇതിൻ്റെ പുറമെ എന്തെങ്കിലും കൂടി ഉണ്ടോ അദ്ദേഹത്തിൻ്റെ കൈവശം? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പെടും അല്ലേ. നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ. അപ്പോൾ സജി ചെറിയാൻ്റെ മണ്ഡലം നമുക്കറിയാം. ഏതാണ്? നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ചെങ്ങന്നൂർ എന്ന് പറയുന്ന മണ്ഡലമാണ് നമ്മുടെ സജി ചെറിയാൻ മന്ത്രിയുടേത് അല്ലേ. ഇതാണ് സജി ചെറിയാൻ മന്ത്രി. സജി ചെറിയാനും അദ്ദേഹത്തിൻ്റെ വകുപ്പുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി അടുത്ത മന്ത്രി ഏതാണ്? K കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട് അല്ലേ. K കൃഷ്ണൻകുട്ടി. അദ്ദേഹം ജനതാദൾ എന്നൊരു പാർട്ടിയാണ് അല്ലേ. K കൃഷ്ണൻകുട്ടി എന്നാണ് പേര്. ഏത് നാട്ടുകാരനാണെന്ന് അറിയാമോ? പാലക്കാട് അല്ലേ. എവിടെയാണ് സ്ഥലം? പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏതോ ഒരു പ്രത്യേകതരം മണ്ണ് അവിടെയല്ലേ കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂരാണെന്ന് നമുക്കറിയാം. അപ്പോൾ പാലക്കാട് ചിറ്റൂരാണ് K കൃഷ്ണൻകുട്ടി എന്ന മന്ത്രിയുടെ സ്ഥലം എന്ന് പറയുന്നത്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? വൈദ്യുതി വകുപ്പാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇതിന് മുൻപ് ഇദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തത് ജലസേചന വകുപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? വൈദ്യുതി വകുപ്പാണ്. അപ്പോൾ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. വേറെ എന്തെങ്കിലും വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള മന്ത്രി ആരാണ്? K കൃഷ്ണൻകുട്ടി. വളരെ എളുപ്പമുള്ള മന്ത്രിയാണ് അല്ലേ. KN ബാലഗോപാൽ വളരെ എളുപ്പമുള്ള മന്ത്രിയാണ്. ഇങ്ങനെ ഓരോ വകുപ്പൊക്കെ അവർ ഏറ്റെടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നോക്കിയാൽ K കൃഷ്ണൻകുട്ടിയെ നമ്മൾ കഴിച്ചു. മൊത്തം മന്ത്രിമാർ എത്ര ഉണ്ടായി കഴിഞ്ഞവർ? 6 മന്ത്രിമാരായി നമ്മൾ അല്ലേ. ഇനി നമ്മളെ കാത്തിരിക്കുന്ന 15 പേരാണ് അല്ലേ. അപ്പോൾ അടുത്ത മന്ത്രിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. അടുത്ത മന്ത്രി ആരാണ്? AK ശശീന്ദ്രൻ അല്ലേ. AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയാണ് നമുക്ക് അടുത്ത നോക്കാനായിട്ടുള്ളത്. ഇദ്ദേഹം ഏത് നാട്ടിൽ നിന്നാണ് മന്ത്രിയായിരിക്കുന്നത്? ഏലത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ലേ.
അപ്പോൾ ഏലത്തൂരിൽ നിന്ന് മന്ത്രിയായിട്ടുള്ളയാളാണ്. ഏലത്തൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. അതാണ് എവിടെയായിട്ട് ഒരു ഏലത്തൂർ കണ്ണൂരാണോ എന്നൊരു സംശയമുണ്ട്. ഏത് മേഖല നോക്കുക, നിങ്ങൾ നോക്കുക ഏലത്തൂർ എവിടെയായിട്ട് വരും നോക്കി പഠിച്ചു പോകാം. നമുക്ക് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ഏലത്തൂരിൽ നിന്നുള്ള ആളാണ് AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി അല്ലേ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്തൊക്കെയാണ്? AK ശശീന്ദ്രൻ്റെ വകുപ്പ് വനം വന്യജീവി വകുപ്പുകളാണ് അല്ലേ. വനം വന്യജീവി വകുപ്പുകൾ. കോഴിക്കോടാണ്, കണ്ണൂരിനടുത്താണ്. അതാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരായിരിക്കാമെന്നില്ല, കണ്ണൂരല്ല, ഏലത്തൂർ കോഴിക്കോടാണ്. അപ്പോൾ വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശശീന്ദ്രൻ ഏലത്തൂരാണ്. ഏലത്തൂർ കോഴിക്കോട് ജില്ലയിലാണ്, കണ്ണൂരിലല്ല. അപ്പോൾ എനിക്കും മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഞാൻ കണ്ണൂരാണെന്നുള്ള ധാരണയിലാണ് ഞാനിരുന്നത്. അപ്പോൾ കോഴിക്കോടാണ് കേട്ടോ ഏലത്തൂർ. അപ്പോൾ വനം വന്യജീവി വകുപ്പാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. വന്യജീവി വകുപ്പ് അത് വാർത്തയിൽ പ്രത്യേകം പരാമർശിക്കുന്ന ഒരു മന്ത്രിയാണ് ഇദ്ദേഹം. കാര്യം അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ ആന ഇറങ്ങുന്നുണ്ട്, കേട്ടിട്ടില്ലേ? PT-7 ഇറങ്ങിയത് പാലക്കാട് ആന. അതേപോലെ തന്നെ അരിക്കൊമ്പൻ ഇറങ്ങിയത് അല്ലേ ചിന്നക്കനാലിൽ അല്ലേ. പടയപ്പ ഇറങ്ങിയത് അല്ലേ മൂന്നാറിൽ. ഓരോ മേഖല ഇങ്ങനെ വന്യജീവികൾ ഇറങ്ങാൻ നേരത്ത് ആ വാർത്തയും ആ വകുപ്പുമൊക്കെ എന്താണ് വാർത്താ പ്രാധാന്യം നില. പിന്നെ കാട്ടുപോത്ത് ഇറങ്ങി കുറേ ആൾക്കാരെ ആക്രമിക്കുന്നു അല്ലേ, പുലി ഇറങ്ങുന്നു. ഇതൊക്കെ വരാൻ നേരത്ത് അവിടെ വരുന്ന വകുപ്പ് വനം വന്യജീവി സംരക്ഷണമാണ്. അപ്പോൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിച്ച് വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഏത് വാർത്തയാണ്? കറണ്ട് അഫെയർ വാർത്തയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം കേട്ടോ. അപ്പോൾ AK ശശീന്ദ്രൻ്റെ മണ്ഡലം ഏലത്തൂരാണെന്നും വനം വന്യജീവി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്നും നമ്മൾ പഠിച്ചേക്കും. ഓക്കെ ആയില്ല. അപ്പോൾ AK ശശീന്ദ്രനെയും നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഈ എത്ര പേരായി? ഇപ്പോൾ നമുക്ക് 7 പേരായി. ഇനി 8ാമത്തെ മന്ത്രി ആരാണ്? GR അനിൽ എന്ന് പറയുന്ന ആളുണ്ട് അല്ലേ. GR അനിൽ. GR അനിൽ ഏത് നാട്ടുകാരനാണ്? നെടുമങ്ങാട് തിരുവനന്തപുരംകാരൻ. അപ്പോൾ നെടുമങ്ങാടുകാരനാണ് GR അനിൽ അല്ലേ. അദ്ദേഹം ഏത് വകുപ്പാണ്? നമ്മുടെ അന്നദാന പ്രഭു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. അതായത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. അതായത് റേഷൻ കടകൾ, നീതി സ്റ്റോറുകൾ, ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ, കൺസ്യൂമർ ഫെഡ് എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. പൊതുജനങ്ങൾക്ക് പൊതുവിതരണ ശൃംഖലയിലൂടെ ധാന്യം കൊടുക്കുക എന്നതാണ്, സബ്സിഡിയോടുകൂടി ധാന്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ വകുപ്പിൻ്റെ ചുമതല അല്ലേ. അപ്പോൾ പൊതുവിതരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ? ഉപഭോക്തൃ, നമ്മളാരാണ്? ഉപഭോക്താക്കൾ. അപ്പം നമ്മൾ ഉപഭോക്താക്കളാകുന്നത് കൊണ്ട് ഉപഭോക്തൃ വകുപ്പ് എന്ന് പറയുന്നതും ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൈവശമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും? ലീഗൽ മെട്രോളജി. കാര്യം നമുക്ക് വെട്ടുന്ന സാധനങ്ങൾ കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും ഉള്ളതാണോ എന്ന് അറിയണതാണ് അളവ് തൂക്ക വകുപ്പ് അഥവാ ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ലീഗൽ മെട്രോളജി ഉപഭോക്താവിനെ സംബന്ധിച്ചാലത് പറയാൻ പറ്റുള്ളൂ. ഉപഭോക്താവിന് സാധനങ്ങളെല്ലാം കൂടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് GR അനിൽ എന്നുള്ള നെടുമങ്ങാട് നിന്നുള്ള മന്ത്രിയും നമുക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നില്ല. കാര്യം കുറച്ച് നല്ല വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെന്ന് പറയുന്നത് അല്ലേ. കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് വേണ്ടപ്പെട്ട വകുപ്പുകളുമാണ്. റേഷൻ കടകളിൽ നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. അപ്പോൾ അടുത്ത 9ാമത്തെ മന്ത്രിയില്ലേ നമുക്ക് നോക്കാനുള്ള. നമ്മുടെ 9ാമത്തെ വകുപ്പ് മന്ത്രിയുടെ പേരെന്താണ്? R ബിന്ദു അല്ലേ. R ബിന്ദു. ഈ വകുപ്പും നമ്മൾ മറക്കില്ല. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ പത്രവാർത്തകളിൽ ഇടം പിടിക്കുന്നു അല്ലേ. ഏതാണ്? സർവകലാശാലകളും നിയമനങ്ങളും കോടതിയും ഗവർണറും എല്ലാം തമ്മിൽ എന്താണ് കണക്ട് ചെയ്യപ്പെട്ട സർവകലാശാലകളുടെ സെനറ്റിലേക്ക് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം തർക്കങ്ങൾ നടക്കുന്നൊരു വകുപ്പായതുകൊണ്ട് ഈ മന്ത്രിയെയും ഈ വകുപ്പിനെയും നമ്മൾ മറക്കില്ല അല്ലേ. R ബിന്ദുവിൻ്റെ മണ്ഡലം ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട എവിടെയാണ്? തൃശ്ശൂരാണ് അല്ല. തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നുമാണ് R ബിന്ദു മന്ത്രിയായി വന്നിരിക്കുന്നത്. ഇവർ ടീച്ചറായിരുന്നു അല്ലേ. കേരള ഓർമ്മ കോളേജിലെ അധ്യാപികയായിരുന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇവർ കൈകാര്യം ചെയ്ത വകുപ്പ് എന്താണ്? ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ് ആണ്. അപ്പോൾ സാമൂഹ്യനീതി എന്ന് പറയുന്ന വകുപ്പുണ്ട്. സാമൂഹ്യനീതി എന്ന് വെച്ചാൽ എന്തെന്നറിയാവൂ? സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും സാമൂഹികമായിട്ട് എന്ത് ലഭിച്ചേ പറ്റുള്ളൂ? നീതി ലഭിച്ചേ പറ്റുള്ളൂ. സ്ത്രീകളായാലും കുട്ടികളായാലും അവശത അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിലും വിധവകളാണെങ്കിലും അവർക്കെല്ലാം എന്ത് കിട്ടിയേ പറ്റുള്ളൂ? കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ സാമൂഹ്യക്ഷേമം, സാമൂഹ്യനീതി എന്ന് പറയുന്നതെല്ലാം കൈകാര്യം ചെയ്യുന്നൊരു വകുപ്പും R ബിന്ദു എന്ന മന്ത്രിയുടെ കൈവശമാണ്. അപ്പോൾ അവരുടെ വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്, സാമൂഹ്യനീതി വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതാണ് R ബിന്ദു. നമുക്ക് പഠിക്കാനായിട്ട് അല്ലേ എളുപ്പമുള്ള ഒരു വകുപ്പ് തന്നെയാണ്. ഇനി നമുക്ക് 10ാമത്തെ മന്ത്രിയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ 10ാമത്തെ മന്ത്രി ആരാണ്? 9 പേരും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തന്നിട്ടില്ല. 10ാമത്തെ ആളും തരില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ.
10ാമത്തെ മന്ത്രി വി എൻ വാസവനാണ്. നമ്മുടെ അടുത്ത ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് അല്ലേ, വി എൻ വാസവൻ. വി എൻ വാസവൻ എന്നുള്ള മന്ത്രി അദ്ദേഹം എവിടെ നിന്നുമാണ് മന്ത്രിയായിരിക്കുന്നത്? ഏറ്റുമാനൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമുണ്ട് അല്ലേ. എവിടെയാണത്? കോട്ടയത്തല്ലേ, ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിൽ നിന്നും മന്ത്രിയായിരിക്കുന്നയാളാണ് ആര്? വി എൻ വാസവൻ അല്ലേ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതായിരുന്നു? സഹകരണ വകുപ്പാണ്. സഹകരണ വകുപ്പ്. ഈ വകുപ്പും എന്താണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇപ്പോൾ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ എൻക്വയറി വരുന്നു. അതേപോലെ എന്തായിരിക്കും, നമ്മുടെ കേരളത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവരും എന്താണ്, ഒറ്റ കുടക്കീഴിൽ പോകാനായിട്ട് കേരള ബാങ്ക് എന്ന് പറഞ്ഞൊരു കൺസോർഷ്യത്തിലോട്ട് വരുന്നു അല്ലെ. കേരള ബാങ്കിൻ്റെ നിയമനങ്ങൾ PSC വഴിയാക്കാനായിട്ട് പോകുന്നു. അങ്ങനെ നോക്കി കഴിയാൻ നേരത്തെ എന്താണ്, മൊത്തത്തിൽ സഹകരണം എന്ന് പറയുന്നൊരു മേഖല മൊത്തത്തിൽ എല്ലാവരിലേക്കും എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് സഹകരണ വകുപ്പ് മാത്രമേ ഉള്ളൂ? അല്ല, തുറമുഖ വകുപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇത് കൈകാര്യം ചെയ്തിരുന്നത് സജി ചെറിയാൻ മന്ത്രിയായിരുന്നു അല്ലേ. അപ്പോൾ തുറമുഖ വകുപ്പ് കൂടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ തുറമുഖ വകുപ്പും സഹകരണ വകുപ്പും അല്ലേ, സഹകരണം, തുറമുഖം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്നത് വി എൻ വാസവനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റുമാനൂരുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ 10 പേര് നമ്മളത്തില്ലേ. ഇനി 11ാമത്തെ മന്ത്രി ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. 11ാമത്തെ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി എന്ന മന്ത്രിയാണ് അല്ലേ. വി ശിവൻകുട്ടിയാണ്. ഇതിൻ്റെ മണ്ഡലം ഏതാണ്? നേമം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. വി ശിവൻകുട്ടി എന്ന മന്ത്രിയാണ് നമ്മളിനി പഠിക്കുന്നത്. വി ശിവൻകുട്ടി എന്ന മന്ത്രിയുടെ മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. അപ്പം നേമം തിരുവനന്തപുരം ജില്ലയിലാണ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? പൊതുവിദ്യാഭ്യാസം അല്ലെ. പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു വകുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണഗതിയിൽ സ്കൂൾ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം അല്ലേ. ഉന്നത വിദ്യാഭ്യാസം വേറെ ആളുണ്ട്, അതാരാണ്? അരവിന്ദുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആയിട്ട് 2 ഉണ്ട്. പൊതുവിദ്യാഭ്യാസമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ഇതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് വി ശിവൻകുട്ടി മന്ത്രി കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്? അല്ല, തൊഴിൽ വകുപ്പ് കൂടിയുണ്ട്. അതായത് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് തൊഴിൽ വകുപ്പ് അല്ലേ. പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതിൻ്റെ പരിധിയിൽ പെടും, തൊഴിൽ വകുപ്പിൻ്റെ പരിധിയിലല്ലേ പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വി ശിവൻകുട്ടിയുടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പൊതുവിദ്യാഭ്യാസമുണ്ട്, പിന്നെന്തുണ്ട്? തൊഴിലുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. ഇത് 2 വല്ലേ ഉള്ളൂ. അപ്പോൾ തൊഴിൽ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പുമാണ് വി ശിവൻകുട്ടി എന്ന മന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എത്ര പേരായി? 11 പേരായി അല്ലേ. ഇനി 12ാമത്തെ മന്ത്രി ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 12ാമത്തെ മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട് അല്ലേ. കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണൻ 25 കൊല്ലം മുമ്പും ഇദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് നയനാരുടെ മന്ത്രിസഭയിൽ. കെ നായനാരുടെ അന്നും ഇതേ വകുപ്പുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 96-2001 കാലയളവിൽ. 2021-26 കാലയളവിൽ അദ്ദേഹം വീണ്ടും മന്ത്രിയായിട്ടുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്തൊക്കെയാണ്? ദേവസ്വം വകുപ്പ് അല്ലേ. അന്ന് ദേവസ്വം വകുപ്പില്ലായിരുന്നു. ദേവസ്വം, പട്ടികജാതി അല്ലേ, പട്ടികവർഗം, പിന്നോക്കക്ഷേമം അല്ലേ, പാർലമെൻ്ററി കാര്യം. ഇത് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഉന്നമനം, അതാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്ന് പറയുന്ന വകുപ്പ്. അതുകൂടാതെ പാർലമെൻ്ററി കാര്യം. പാർലമെൻ്ററി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭയുടെ ഉള്ളിൽ നടക്കുന്ന പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ പാർലമെൻ്ററി കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർലമെൻ്ററി അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന അതാണ് പാർലമെൻ്ററി കാര്യം. അത് കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ്. മാത്രമല്ല പിന്നെ ഏതാണ്? ദേവസ്വം. ദേവസ്വം എന്ന് പറയുമ്പോൾ അതും പ്രത്യേക ശ്രദ്ധ. കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണാതീതമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദ വാർത്തകൾ വരുന്ന സീസണാണ്. അപ്പോൾ ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ദേവസ്വം വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, പിന്നോക്കക്ഷേമ വകുപ്പ്, പാർലമെൻ്ററി കാര്യവകുപ്പ് മുതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളാരാണ്? കെ രാധാകൃഷ്ണനാണ്. ഇദ്ദേഹം ഏത് നാട്ടിൽ നിന്നാണ്? MLA ചേലക്കര. ഏത് ജില്ലയാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ചേലക്കര. മുമ്പും ചേലക്കരയിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹം MLA ആയിരിക്കുന്നത്. അപ്പോൾ കെ രാധാകൃഷ്ണൻ. ഓക്കെ, 13 പേരായാലും ഇപ്പോൾ നമുക്ക്. പിന്നെ അടുത്ത് നമുക്ക് 14ാമത്തെ മന്ത്രിയിലേക്ക് കിടക്കാം അല്ലേ. 14ാമത്തെ മന്ത്രിയുടെ പേരെന്താണ്? മുഹമ്മദ് റിയാസ് അല്ലേ. PA മുഹമ്മദ് റിയാസ് എന്നാണ് പറയുന്നത്. PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസ്.
അല്ലേ? അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ബേപ്പൂർ. ബേപ്പൂർ ഏത് ജില്ലയാണ്? ബേപ്പൂർ സുൽത്താൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലേ? അപ്പോൾ ബേപ്പൂർ ഏത് ജില്ലയാണ്? കോഴിക്കോടാണ്. ബേക്കലാണ് കാസർഗോഡുള്ളത്. ബേപ്പൂര് കോഴിക്കോടാണ്. അപ്പോൾ PM മുഹമ്മദ് റിയാസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്തെല്ലാമാണ്? ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് നേടിത്തരുന്ന വകുപ്പുകളിൽ ഒന്നാണ് ഏത്? ടൂറിസം അല്ലേ? വിദേശ നാണ്യം ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ ഒരുപാട് നേടിത്തരുന്നില്ല ടൂറിസം. അതേപോലെ നമ്മുടെ സർക്കാരിൻ്റെ പണം ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടേണ്ടുന്ന ഒരു മേഖലയുണ്ട്. ഏതാണ്? പൊതുമരാമത്ത് എന്ന് പറയുന്നത് അല്ലേ? സർക്കാരിൻ്റെ ഫണ്ടാണ് നമ്മൾ ഈ കാണുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. അതാണ് പൊതുമരാമത്ത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ടൂറിസവും ഏറ്റവും കൂടുതൽ പൈസ ചെലവിടേണ്ടി വരുന്ന പൊതുമരാമത്ത് PWD. പിന്നെന്തെങ്കിലും ഉണ്ടോ? ഏതാണ്? യുവജനകാര്യം എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. മറ്റത് യുവജനക്ഷേമമായിരുന്നു. ആരുടേത്? സജി ചെറിയാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് യുവജനകാര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പുണ്ട്. പിന്നെയോ ഇത് മൂന്നുമല്ല അദ്ദേഹത്തിന്. ഇപ്പോൾ യുവജനകാര്യം, പിന്നെ PWD പൊതുമരാമത്ത്, പിന്നെ ടൂറിസം. ഇത് മൂന്നുമാണ്. നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഏതാണ്? യുവജനകാര്യം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. യൂത്ത് അഫയേഴ്സ് ആണ്. മറ്റത് യൂത്ത് വെൽഫെയർ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുക. ഓക്കെ. അപ്പോൾ PM മുഹമ്മദ് റിയാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര മന്ത്രിമാരായി മൊത്തം? ഇപ്പം 13 മന്ത്രിമാർ നമുക്കായിരിക്കുകയാണ്. ഇനി അടുത്ത മന്ത്രിയിലേക്ക് നമുക്ക് കൊടുക്കാം. അടുത്ത മന്ത്രി എത്രാമത്തെ ആളാണ്? 14ാമത്തെ മന്ത്രിയാണ്. 14ാമത്തെ മന്ത്രി ആരാണ്? ജെ ചിഞ്ചുറാണി എന്ന് പറയും. ജെ ചിഞ്ചുറാണി അല്ലേ? ജെ ചിഞ്ചുറാണി. അപ്പോൾ ജെ ചിഞ്ചുറാണി എന്ന് പറയുന്ന നേരത്ത് അവരുടെ മണ്ഡലം വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. ജടായുമംഗലം അല്ലേ? ചടയമംഗലം അല്ലേ? ചടയമംഗലം. അപ്പോൾ ചടയമംഗലം എന്നൊരു സ്ഥലം, അവിടെ അല്ലേ ജടായുപ്പാറയൊക്കെയുള്ള. അപ്പോൾ ചടയമംഗലം എന്ന സ്ഥലത്തു നിന്നും MLA ആയി വന്നയാളാണ് ജെ ചിഞ്ചുറാണി എന്ന് പറയുന്നത് അല്ലേ? വനിതാ മന്ത്രിമാരാണ്. ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് അറിയാമോ? CPI ആണ്. സാധാരണഗതിയിൽ ഘടകകക്ഷികളിൽ നിന്ന് വനിതകൾ അങ്ങനെ മന്ത്രിമാരെ ആവാറില്ല. പക്ഷേ ഇത്തവണ ഘടകകക്ഷിയിൽ നിന്ന് വനിത മന്ത്രിയായി. അതാണ് ജെ ചിഞ്ചുറാണി. ജെ ചിഞ്ചുറാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? മൃഗസംരക്ഷണം അല്ലേ? മൃഗസംരക്ഷണ വകുപ്പുണ്ട്. പിന്നെ ഏതാണുള്ളത്? ക്ഷീരവികസനം അല്ലേ? മിൽമ എന്നൊക്കെ പറയുന്നതില്ലേ? നമ്മൾ മിൽമ എന്നല്ലേ ഓർക്കുള്ളൂ. മിൽമ കാലിത്തീറ്റ, മിൽമ പാൽ സംഭരണം, മിൽമ പാൽ വിതരണ ശൃംഖല, ഇതെല്ലാമാണ് നമ്മൾ ഈ ക്ഷീരവികസനം എന്ന് പറയുന്നത് അല്ലേ? പിന്നെ ഏതാണ്? വെറ്റിനറി ആനിമൽ സയൻസ്. അപ്പോൾ മൃഗസംരക്ഷണത്തിൽ അതും പെടും അല്ല? മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ? അപ്പോൾ മൃഗസംരക്ഷണം, അതേപോലെ തന്നെ ക്ഷീരസംരക്ഷണം, ക്ഷീരവികസനം, ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലേ? ജെ ചിഞ്ചുറാണി. ഇത് രണ്ടുമല്ലേ ഉള്ളൂ? ഓക്കെ അല്ലേ? ചിഞ്ചുറാണിയും അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, എളുപ്പത്തിൽ പഠിച്ച് മാറാൻ പറ്റുന്നുണ്ട്. അടുത്ത വകുപ്പ് ആരുടേതാണ്? അടുത്തത് നമുക്ക് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് അല്ലേ? റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിൻ ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഇടുക്കിയിൽ നിന്നാണ് റോഷി അഗസ്റ്റിൻ വന്നിരിക്കുന്നത്. ഇടുക്കിയാണ് അല്ലേ? ഇടുക്കിയിൽ നിന്നുമാണ് റോഷി അഗസ്റ്റിൻ മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ ഏത് പാർട്ടിയാണെന്ന് അറിയാമോ? കേരള കോൺഗ്രസ് M ആണ്. കേരള കോൺഗ്രസ് M. നമ്മൾ മാണി ഗ്രൂപ്പ് എന്ന് പറയല്ലേ? ആ മാണി ഗ്രൂപ്പിൽ നിന്നുള്ള മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഈ റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതായിരുന്നു? ജലസേചന വകുപ്പാണ് കേട്ടോ. അപ്പോൾ ജലസേചന വകുപ്പാണ് റോഷി അഗസ്റ്റിന് കൈകാര്യം ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ജലസേചനം. അപ്പോൾ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റോഷി അഗസ്റ്റിനാണ്. അത് കേരള കോൺഗ്രസ് M-ന് കൊടുത്തിരിക്കുന്ന വകുപ്പാണ്. റോഷി അഗസ്റ്റിൻ ജയിച്ചു വന്നിരിക്കുന്ന നിയമസഭാ മണ്ഡലം ഇടുക്കിയിൽ നിന്നാണ് അല്ലേ? അപ്പോൾ റോഷി അഗസ്റ്റിനും വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം അദ്ദേഹത്തിന് വേറെ വകുപ്പുണ്ടോ? ഉണ്ടോ? ഈ ഒരൊറ്റ വകുപ്പല്ലേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണത് വരുന്നത്? ജലവിതരണം വരുന്നുണ്ട്, ഭൂഗർഭജലം അല്ലേ? ജലസേചനം എന്ന് പറയുന്ന നേരത്തെല്ലാം ജലം എടുക്കുക, ജലം കൊടുക്കുക, ജലം പരിപാലിക്കുക, ഇത് മൊത്തമാണ് ജലസേചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് അല്ലേ? പിന്നെതാണ് തീരശോഷണം. അതായത് ജലം വന്ന് കഴിയുമ്പോഴാണല്ലോ തീരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നത് അല്ലേ? കൂടുതൽ ജലപ്രവാഹം ഉണ്ടാകാൻ നേരത്ത് തീരം ഇടിഞ്ഞ്
തീരം നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീരം കല്ല് കെട്ടി സംരക്ഷിക്കേണ്ട പരിപാടിയൊക്കെ വരും. അപ്പം അങ്ങനെ തീരസംരക്ഷണവും തീരശോഷണവും ഒക്കെ ഏതിൽപ്പെടുന്നതാണ്? ജലസേചനത്തിൽ പെടുന്നതാണ്. കാര്യം ഒറ്റ വകുപ്പേ ഉള്ളെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് എത്ര മന്ത്രിമാരായി? മൊത്തം 15 മന്ത്രിമാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? ഇനി അടുത്ത 16ാമത്തെ മന്ത്രി ആരാണെന്നറിയണ്ടേ? ആരാണ് 16ാമത്തെ മന്ത്രി? വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയാണ്, അല്ലേ? മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ വീണ ജോർജ് എന്ന് പറയുന്ന ആളിനെ എല്ലാവർക്കും അറിയാം, അല്ലേ? ചാനലിൽ വാർത്തയൊക്കെ വായിക്കാനിരുന്നിട്ടുള്ള, അല്ലേ, ഒരു പത്രപ്രവർത്തകയാണ് വീണ ജോർജ്. വീണ ജോർജ് ജയിച്ചു വന്ന മണ്ഡലം നമുക്കറിയാം. ഏതാണ്? ആറന്മുളയാണ്. ആറന്മുള ഏത് ജില്ലയിലാണ്? ആറന്മുള പത്തനംതിട്ടയിലാണ് ആറന്മുള. ആറന്മുളയിൽ പ്രത്യേകം ഓർക്കണം കാര്യം, അവിടെ സമരം നടന്ന സ്ഥലമാണ്. ആറന്മുളയിലൊരു വിമാനത്താവളം, അതിനു വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുപ്പ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നു. ആറന്മുള വിമാനത്താവള സംരക്ഷണ സമിതി എന്നും പറഞ്ഞുകൊണ്ടും ആറന്മുള വിമാനത്താവളത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടൊക്കെ ആയിട്ട് സമരങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. ഒരു 5-8 കൊല്ലം മുമ്പ് വരെ ശക്തമായ സമരങ്ങളെല്ലാം അവിടെ നടന്നു ആറന്മുളയിൽ. കാര്യം ഈ പത്തനംതിട്ട എന്നുള്ള ജില്ലയിൽ ഉള്ള പ്രത്യേകത അറിയാവോ? അതല്ല, വളർച്ചാ നിരക്ക് 0, നെഗറ്റീവാണ്. അതായത് കഴിഞ്ഞ സെൻസസിൽ അവർ നോക്കാൻ നേരത്ത് അവിടെ 100 പേരുണ്ട്. ഇത്തവണ ചെന്ന് ചെയ്യാൻ നേരത്ത് 100 ഇല്ല, 99. അതായത് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെയാണ് 100 എടുത്തിട്ട് വേണം അടുത്തതിന് ഒരു 115 കാണും. കാര്യം കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം ഉൾപ്പെടെ കാണും. പക്ഷേ അവിടെ ചെല്ലാൻ നേരത്തെ എത്രയും അത് 97 മൈനസ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത്. പത്തനംതിട്ടയുടെ പ്രത്യേകത വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് മൈനസാണ്. കാര്യം എന്താണ്? പത്തനംതിട്ടയിലുള്ള ആളുകൾ തൊഴിൽപരമായിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്കൊന്നും ചേക്കേറുന്നുണ്ട്. കുട്ടികൾ ജനിക്കുന്നുണ്ട്, ആളുകളോട് ജീവിക്കുന്നുമുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും വിദേശ യാത്ര, അതുപോലെ തന്നെ വിദേശത്തേക്കും പത്തനംതിട്ട ജില്ലയ്ക്ക് വെളിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ സെൻസസിന് ചെല്ലാൻ നേരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആൾക്കാർ അത്രയും ഇല്ല. അതാണ് അവിടെ നിന്ന് വിളിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റായിട്ട് വിളിക്കുന്ന മൈനസ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ നാട്ടിൽ വിമാനത്താവളം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതാണ് ആറന്മുള വിമാനത്താവളം എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റൊക്കെ വരുന്നതും. അപ്പം അങ്ങനെ നോക്കിയാൽ ആറന്മുളയിൽ നിന്നുള്ള മന്ത്രിയാണ് വീണ ജോർജ്. ആറന്മുളയിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രി. ആ വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്? ആരോഗ്യം ഉണ്ട്, അല്ലേ? ആരോഗ്യ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പല്ലേ? കാരണം കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിചരണവും എല്ലാം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൊരു വകുപ്പാണ് ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. ആരോഗ്യ സംരക്ഷണ വകുപ്പ്. കാര്യം പുതിയ മഹാമാരികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ ആരോഗ്യ വകുപ്പ് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്നു. അതിന് പുറമേ ഏതാണ്? വനിതാ ശിശുക്ഷേമം, അല്ലെ? മാതൃശിശു സംരക്ഷണം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം, അല്ലെ? വനിതകൾ, ശിശുക്കൾ, ഇവരെ സംരക്ഷണം ആരോഗ്യപരിപാലനം തന്നെയല്ലേ അതും വരുന്നത്, അല്ലേ? അപ്പോൾ അത് വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാര്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വനിതാ ശിശുക്ഷേമവും ആരോഗ്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര്? വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി, അല്ലേ? വീണ ജോർജ് ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അടുത്ത മന്ത്രിയിലേക്ക് കിടക്കാം. അടുത്ത മന്ത്രി ആരാണ്? MP രാജേഷ്, അല്ലേ? MP രാജേഷിൻ്റെ മണ്ഡലം ഏതാണ്? തൃത്താല എന്ന് പറയുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ തൃത്താലയിൽ നിന്നുമാണ് MP രാജേഷ് വരുന്നത്. അദ്ദേഹം 2021 തൃത്താലയിൽ നിന്നും ജയിച്ചു വന്നപ്പോൾ അദ്ദേഹം മന്ത്രി ആയിരുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പദവി എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? സ്പീക്കർ പദവിയായിരുന്നു. ആ സ്പീക്കർ പദവിയിൽ ആയിരുന്നു MP രാജേഷ് പ്രവർത്തിച്ചത്. അതിനുശേഷം ആ മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തിക്ക് പാർട്ടിയുടെ ചുമതല കൊടുത്തു. ME ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല കൊടുത്തു കഴിഞ്ഞപ്പോൾ ME ഗോവിന്ദൻ മാസ്റ്റർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ MP രാജേഷ് എന്ന് പറയുന്ന MLA ഏൽപ്പിച്ചു. അങ്ങനെ സ്പീക്കർ സ്ഥാനം MP രാജേഷ് രാജിവെച്ചിട്ട് മന്ത്രിസഭയിലേക്ക് വന്നു. അപ്പോൾ MP രാജേഷ് രാജിവെച്ച സ്പീക്കർ സ്ഥാനം മറ്റൊരു MLA ആയ AN ഷംസീർ, തലശ്ശേരിയിൽ നിന്നുള്ള MLA ആയ AN ഷംസീർ ഏറ്റെടുത്തു. അങ്ങനെയാണ് AN ഷംസീർ കേരള നിയമസഭയുടെ സ്പീക്കർ പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. MP രാജേഷ് ആരായി മാറിയപ്പോൾ? മന്ത്രിയായിട്ടും മാറി. എങ്കിൽ MP രാജേഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. തദ്ദേശ സ്വയംഭരണം, അല്ലേ? LST നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഏതാണ്? LST സെക്രട്ടറിയുടെ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? പഞ്ചായത്ത് സെക്രട്ടറിയുടെ കോഴ്സല്ലേ നമ്മൾ പഠിക്കണം. നമ്മുടെ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്നാണ്? നാളെ മുതലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? 300 മണിക്കൂർ നമ്മൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. 300 മണിക്കൂർ. അത്
പരമാവധി 100 ദിവസത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്യുന്നു. അതാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത. അതിന് നമ്മൾ ഓൺലൈൻ കോഴ്സാണത്. ഓൺലൈൻ കോഴ്സിൽ നമ്മൾ ഓൺലൈനായിട്ട് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകൾ, അസൈൻമെൻറ്റുകൾ, ക്വിസുകൾ ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് പ്രിലിമിനറിയുടെ കോഴ്സാണ്. 1000 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഏതാണ്? 9846183166 എന്നുള്ള നമ്പറുമാണ്. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നിന്നുണ്ട് കോൺടാക്ട് ക്ലാസ് ഉണ്ട്. കോൺടാക്ട് ക്ലാസ് ഇതേപോലുള്ള ക്ലാസ്സാണ് കോൺടാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. പഠിക്കേണ്ടുന്ന ടോപ്പിക് എന്താണോ അത് നിങ്ങൾ പറയുന്നു, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്കുകൾ എടുക്കുന്നു. അങ്ങനെ പഠിച്ചു മാറുന്ന സിസ്റ്റം ഇതാണ് കോൺടാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു ഫീസില്ല കളരിയാണ് കോൺടാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് LSG വകുപ്പ് പറഞ്ഞപ്പോൾ അതിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാരാണ്? MB രാജേഷാണ് അല്ലേ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അതിന് പുറമെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് ഗ്രാമവികസനം അഥവാ റൂറൽ ഡെവലപ്മെൻറ്റ്. LSGയുടെ പരിപാടി എന്താണ്? ഗ്രാമവികസനമല്ലേ. LSGയുടെ സിലബസിൽ നമുക്ക് പ്രത്യേകമായിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. 15 മാർക്ക് വീതമുള്ളതാണ് റൂറൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, എക്സൈസ് വകുപ്പുണ്ട്. എക്സൈസ് വകുപ്പ് അല്ലേ. എക്സൈസ് വകുപ്പ് മന്ത്രിയും ഇദ്ദേഹമാണ്. എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഗ്രാമവികസനം ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര്? MB രാജേഷ്. ഇതിന് പുറമെ എന്തെങ്കിലും ചാർജ് കൂടി ഉണ്ടോ അദ്ദേഹത്തിന്? ഉണ്ടോ? ഇല്ല. ഇത്രയും ചാർജുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചാർജുകളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ MB രാജേഷും നമ്മൾ പഠിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്തയാളാരാണ്? P രാജീവ് അല്ലേ. P രാജീവ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ് ഓർക്കുന്നുണ്ടോ? കളമശ്ശേരി. കളമശ്ശേരി എവിടെയാണ്? എറണാകുളമാണ് അല്ലേ. കളമശ്ശേരിയിൽ നിന്നാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് ആര് വന്നിരിക്കുന്നത്? സവിത വന്നിരിക്കുന്നത് കളമശ്ശേരി അല്ലേ. അപ്പോൾ P രാജീവ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കളമശ്ശേരിയാണ്. നമുക്കറിയാം വകുപ്പുകൾ അല്ലേ. എന്ത് വകുപ്പാണ്? വ്യവസായമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ വ്യവസായ വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ. വ്യവസായം ഒരു പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കയറും അതിൽ ഉൾപ്പെടുന്നു അല്ലേ. വ്യവസായ വകുപ്പ് ഇടുന്നുണ്ട്. കയറിനെയും നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. കയറൊരു പരമ്പരാഗത വ്യവസായമാണ്. ഞങ്ങളുടെ താലൂക്ക് ചേർത്തല താലൂക്കിലെ അല്ലേ. കൈത്തറി. കൈത്തറി എവിടെയാണ്? കണ്ണൂരുണ്ട്, തിരുവനന്തപുരത്തേക്ക് ഉണ്ട് കൈത്തറി അല്ലേ. പരമ്പരാഗത വ്യവസായമായിട്ട് കൂട്ടിയാൽ മതി. കയറും കൈത്തറിയും എന്താണ്? പരമ്പരാഗത വ്യവസായം അല്ലേ. ഇപ്പോൾ ഏതാ? ഖാദി, പിന്നെ ഗ്രാമ വ്യവസായം, കശുവണ്ടി. അപ്പോൾ എന്താണ്? പരമ്പരാഗത വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എല്ലാം ഇവിടെ. വ്യവസായത്തെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞെന്നില്ല. വ്യവസായം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഏത് വകുപ്പുണ്ട് ഇദ്ദേഹത്തിന്? ജിയോളജി, അതായത് മണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുണ്ട്. ജിയോളജി അതായത് മണ്ണ് ഖനനം എന്നൊക്കെ പറയുന്നില്ലേ, പാറ പൊട്ടിക്കൽ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ. ഇത് പാറ മണ്ണ് ഇടിച്ച് മാറ്റി കണ്ടിട്ടില്ലേ, ക്രഷർ എന്തൊക്കെ പ്രവർത്തനം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ ജിയോളജി വകുപ്പാണ് നിശ്ചയിക്കുന്നത്. പിന്നെ ഏത് വകുപ്പ് കൂടിയുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് നിയമവകുപ്പ് അല്ലേ. വ്യവസായമുണ്ട്, ജിയോളജിയുണ്ട്, നിയമമുണ്ട് അല്ല. നിയമവകുപ്പ്, ജിയോളജി വകുപ്പ്, വ്യവസായ വകുപ്പ്, ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര്? P രാജീവ് എന്ന് പറയുന്ന ആൾ. ഇനി എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിന് ഈ കൂട്ടത്തിൽ? ഇല്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഏതാണ്? പ്ലാന്റേഷൻ കോർപ്പറേഷൻ അല്ലേ. പ്ലാന്റേഷൻ അല്ലേ. പ്ലാന്റേഷൻ ഡയറക്ടർ. പ്ലാന്റേഷനും ഏതാണ്? ഈ വ്യവസായത്തിൻ്റെ വകഭേദമായിട്ട് വരുന്നതല്ലേ. പിന്നെ അടുത്ത മന്ത്രി ആരാണ്? ആരാണ്? K രാജൻ എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട്. K രാജൻ അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് കേട്ടോ. ഏതാണ്? റവന്യൂ വകുപ്പാണ്. അതായത് ഡിജിറ്റൽ സർവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉപഗ്രഹം വഴി ഭൂമിയുടെ അളവ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വകുപ്പാണ് അല്ലേ. അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ആയിട്ടുണ്ട്. കുറേ ആൾക്കാരെ താൽക്കാലികമായിട്ടൊക്കെ അതിൻ്റെ ചുമതലയിലൊക്കെ കൊണ്ടുവന്നിട്ടുമുണ്ട്. നമ്മുടെ ഭൂമിയൊക്കെ അളന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ എടുക്കാറില്ല, എൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ. അത് ഡിജിറ്റലാക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന വകുപ്പാണ് ഏത്? റവന്യൂ വകുപ്പ് എന്ന് പറയും. അപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ആര്? K രാജൻ എന്ന് പറയുന്നത്. K രാജൻ എന്നുള്ള മന്ത്രിയുടെ മണ്ഡലം ഏതാണ്? ഉല്ലൂർ എന്ന് പറയുന്ന. ഉല്ലൂർ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഉല്ലൂരിൽ നിന്നാണ് K രാജൻ എന്ന MLA മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇദ്ദേഹം ഘടകകക്ഷിയാണ്, CPIയിൽ നിന്നുള്ള മന്ത്രിയാണ് കേട്ടോ. ഘടകകക്ഷിക്കാരനാണ്, CPIയിൽ നിന്നുള്ള മന്ത്രിയാണ്. പിന്നെ ഏതുണ്ട് ഇദ്ദേഹത്തിന്? ഭൂപരിഷ്കരണം. റവന്യൂവുമായി ബന്ധപ്പെട്ട ഭൂപതിവാണ് അല്ലെ. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വരുന്നത്. പിന്നെയോ
ഭവന നിർമ്മാണം, റവന്യൂ ആൻഡ് ഭവന നിർമ്മാണം എന്നാണ് പണ്ട് തൊട്ട് തന്നെ പറയാറുള്ളത്. അപ്പോൾ ഭവന നിർമ്മാണമുണ്ട്, ഭൂപരിഷ്കരണമുണ്ട്, റവന്യൂ ഉണ്ട്. ഇനി എന്തെങ്കിലും ചാർജ് ഉണ്ടോ ഇദ്ദേഹത്തിന്? ഇല്ല. അപ്പോൾ റവന്യൂവും ഭവന നിർമ്മാണവും ഭൂപരിഷ്കരണവും ചാർജുകാരനാക്കിയ മന്ത്രിയാണ് ആര്? കെ രാജൻ. മണ്ഡലം എന്ന് പറയുന്നത് ഒല്ലൂരാണ് കേട്ടോ. എത്ര മന്ത്രിമാരായി ഇപ്പം നമുക്ക് മൊത്തം? 19 മന്ത്രിമാരായി അല്ലേ? 20ാമത്തെ മന്ത്രിയിലേക്ക് കിടക്കാം നമുക്ക്. 20ാമത്തെ മന്ത്രി ആരാണ്? ഞങ്ങളുടെ മന്ത്രിയാണ് അല്ലേ? ഞങ്ങളുടെ മന്ത്രി എന്ന് പറയാൻ കാര്യം ഞങ്ങളുടെ മണ്ഡലത്തിലെ മന്ത്രിയാണ്, ചേർത്തല മണ്ഡലത്തിലെ മന്ത്രിയാണ് അല്ലേ? പി പ്രസാദ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണ്? കൃഷി വകുപ്പാണ്. അപ്പം കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര്? പി പ്രസാദ് എന്ന് പറയുന്നയാൾ അല്ലേ? വേറെ എന്തെങ്കിലും ചാർജ് അദ്ദേഹത്തിനുണ്ട്? മണ്ണ് സംരക്ഷണം. കൃഷി നടത്തണമെങ്കിൽ എന്താണ് അത്യാവശ്യം? മണ്ണ് അത്യാവശ്യമാണ്. അപ്പോൾ മണ്ണ് സംരക്ഷണം അതിൽ പെടും. പിന്നെയോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കണ്ടെത്താനായിട്ടുള്ള കേന്ദ്രങ്ങളാണ് കാർഷിക സർവകലാശാലകൾ. അത് ഇദ്ദേഹത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണ് അല്ലേ? പിന്നെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം സംഭരിച്ച് വെക്കണം. വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഇതിൽ പെടുന്നതാണ് അല്ലേ? പിന്നെ ഹോർട്ടിക്കൾച്ചർ ഇതിൽ പെടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള അനുബന്ധ കാര്യങ്ങൾ വിടും. വേറെ എന്തെങ്കിലും പെടുന്നുണ്ടോ ഇതിൽ? ഇല്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ആര്? പി പ്രസാദ് എന്ന മന്ത്രി അല്ലേ? 20 മന്ത്രിമാരായില്ലേ നമുക്ക്? ഇനി അവശേഷിക്കുന്നത് ആര് മാത്രമാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പേര് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ്? ധർമ്മടം എന്ന മണ്ഡലമാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലം അല്ലേ? ധർമ്മടം എന്ന മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ച വകുപ്പുകളില്ലേ, അതെല്ലാവരും നമ്മൾ പഠിച്ചതല്ലേ? അതല്ലാതെയുള്ള ഏത് വകുപ്പ് വന്നാലും അതാരുടേതാണ്? മുഖ്യമന്ത്രിയുടേതാണ്. അതിന് കോമൺ ആയിട്ട് നമ്മൾ ഒറ്റ പേരേ പറയുള്ളൂ, പൊതുഭരണം അല്ലേ? പൊതുഭരണ വകുപ്പെന്ന് നമ്മൾ പറയും. എല്ലാം കൂടി ഉൾപ്പെടുന്നു. അത് ഏത് വകുപ്പിലും, ഈ പറയുന്ന റവന്യൂ വകുപ്പാണെങ്കിലും കൃഷി വകുപ്പാണെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞ ജലസേചനവും അതേപോലെ വൈദ്യുതിയും, അതിനു മുമ്പ് പറഞ്ഞ ഘടകകക്ഷികളുടെ വകുപ്പുണ്ടല്ലോ, അതാണ് ഗതാഗത വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, ഏത് വകുപ്പാണെങ്കിലും ആ വകുപ്പിൽ കൈകടത്തി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അധികാരം മുഖ്യമന്ത്രിക്ക് നൽകുന്ന വകുപ്പാണ് പൊതുഭരണം എന്ന് പറയുന്ന വകുപ്പ്. എല്ലാത്തിലും പെടുന്നതാണത്. അതേപോലെ തന്നെ ഏത് വകുപ്പിലും അന്തിമ തീരുമാനം എടുക്കാൻ വകുപ്പ് മന്ത്രിക്ക് പുറമെ ആർക്കും കൂടി അധികാരമുണ്ടോ? മുഖ്യമന്ത്രിക്കും കൂടി അധികാരമുണ്ട്. അതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ആർക്കധികാരമുണ്ട്? മുഖ്യമന്ത്രിക്ക്. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് VN വാസവൻ എന്ന മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് മാറ്റിയിട്ട് ആർക്ക് കൊടുത്തു? രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയുന്ന മന്ത്രിക്ക് കൊടുത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതേപോലെ MP രാജേഷ് സ്പീക്കറായിട്ടിരുന്നയാളിനെ മന്ത്രിയായിട്ട് കൊണ്ടുവന്നു അല്ലേ? അതാരാ കൊണ്ടുവന്നത്? മുഖ്യമന്ത്രിയുടെ തീരുമാനമല്ലേ? അപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാനും മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണോ മാറ്റണോ എന്ന് തീരുമാനിക്കാനും ഒക്കെ അധികാരമുള്ളവർക്കാണ്? മുഖ്യമന്ത്രിക്കാണ് അധികാരമുള്ളത് അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ? ഇത് ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, ഒരുപാട് വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള മന്ത്രിമാരുടെ വകുപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് പഠനത്തെ എളുപ്പമാക്കുന്നൊരു മെത്തേഡെന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അല്ലേ ധാരാളം ഈ നാട്ടിലുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ടി വരും നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെ വകുപ്പുകളും കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണവും അവരുടെ നിയമസഭാ മണ്ഡലങ്ങളുമാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ശരി.